ഇത്തരത്തിലുള്ള സത്രങ്ങളിലോ സപ്താഹങ്ങളിലോ ഒന്നും പ്രത്യേകിച്ച് ഒരു വിഷയമായിട്ട് കൊടുത്ത് കണ്ടിട്ടില്ലാത്ത ഒരു അപൂർവ വിഷയമാണ്. ഒരുപക്ഷെ സനീഷും രാമകൃഷ്ണൻ സാറും ഒക്കെ രാമനാഥൻ സാറും ഒക്കെ എനിക്ക് ഒരിത്തിരി ടഫായിട്ടുള്ളത് തന്നളയാന്ന് വെച്ചിട്ടായിരിക്കും എന്ന് തോന്നണം. എന്തോ ആവട്ടെ, ഒരു കൈ നോക്കുകയെന്ന് വെച്ച് തന്നെ ഞാനും വന്നേക്കണം. സമയമാണ് നമുക്കൊരു വിഷയം. എന്നാലും അത് വേറൊന്നുമല്ല, പറയുമ്പോൾ വളരെ ലളിതമാണ്. ഒരേ ഒരു ശ്ലോകം, ഒരൊറ്റ ശ്ലോകം കൊണ്ട് തന്നു. അതിനെപ്പറ്റി പറയാനേ പറഞ്ഞേ. 1 മണിക്കൂർ സമയമുണ്ട്, പോരെന്നാ ചോദ്യം. കുഴപ്പമില്ല. ആ ശ്ലോകത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് ഇതുപോലെയുള്ള രത്നങ്ങൾ ധാരാളമായിട്ട് കാണാം. അത് ആവർത്തിച്ച് വരും ഭാഗവതത്തിൽ. ഒരു ദിക്കിലെല്ലാം വരിക, അത് വീണ്ടും 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 വരും. അങ്ങനത്തെ അനവധി രത്നങ്ങൾ ഭാഗവതത്തിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു രത്നമാണ് ആ ശ്ലോകം. ഇതാണ്: നഹി അമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയ തേ പുനന്തി ഉരുകാലേന ദർശനാദേവ സാധവ. ഇത്രയുള്ളൂ ശ്ലോകം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ മഹത്തായ പല സന്ദേശങ്ങളുമുണ്ട്. ആ ശ്ലോകത്തിൻ്റെ അർത്ഥതലത്തിലേക്കും വിവക്ഷയിലേക്കും വ്യാഖ്യാനത്തിലേക്കുമൊക്കെ കടന്നാൽ നമ്മളെങ്ങും എത്തില്ല. മാത്രമല്ല, എനിക്ക് തന്ന വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഈ ശ്ലോകം 1-ൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഭാഗവതത്തിൽ ഇത് ആവർത്തിച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ സന്ദർഭങ്ങൾ എന്താണ് എന്നാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ശ്ലോകം ഭാഗവതത്തിൽ വരുന്ന സന്ദർഭങ്ങൾ ഏതാണെന്ന് ഒന്ന് വിവരിക്കാനാണ് പറഞ്ഞേക്കണേ. അതെന്തുകൊണ്ടാണ്? ആ സന്ദർഭം മനസ്സിലായാൽ നമുക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടാണ്. എങ്കിലും ഇതിൻ്റെ ഒരു സാമാന്യമായിട്ടുള്ളൊരു അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ സന്ദർഭങ്ങളിലേക്ക് കടക്കാം. ഇത് ഭാഗവതത്തിലെ 3 സന്ദർഭങ്ങളിൽ വന്നത് വിവരിക്കാനാണ് ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഭാഗവതത്തിൽ ഇത് 4 ദിക്കിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എന്നിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആ 3 സന്ദർഭങ്ങൾ പറഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ 4-മത്തെ കൂടി ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. ശ്ലോകത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നഹി അമ്മയാനി തീർത്ഥാനി. അപ്പ് എന്ന് പറഞ്ഞാൽ ജലം എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. അപ്പ് എന്ന് പറഞ്ഞാൽ ജലം, ജലത്തിൻ്റെ ഒരു പര്യായമാണ് അപ്പ്. ജലവും സംസ്കൃതം പദം തന്നെ. അതിൻ്റെ മയം, ഇപ്പം നമ്മൾ പറയില്ലേ വിഷ്ണുമയം എന്ന് പറയും. അപ്പോൾ ഈ മയം എന്ന് ചേർത്താൽ എന്താ അർത്ഥം? അത് ധാരാളമായിട്ടുണ്ടാവുക, അതാണ് മയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അമ്മയാനി, അപ്പ് പ്ലസ് മയാനി, അമ്മയാനി, അമ്മയാണ്. അപ്പോൾ ജലം നിറഞ്ഞു നിൽക്കുന്ന വലിയ ജലാശയങ്ങൾ അല്ലെങ്കിൽ ജലരൂപത്തിലുള്ള എന്നർത്ഥം. തീർത്ഥാനി, തീർത്ഥങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ഗംഗാ നദി, അതുപോലെ തന്നെ ഉള്ള പല ജലാശയങ്ങൾ, പുണ്യ ജലാശയങ്ങളൊക്കെ ഉണ്ട്. അതിനാണ് നമ്മൾ തീർത്ഥങ്ങളെന്ന് പറയാം. അപ്പോൾ ഈ തീർത്ഥങ്ങൾ ഒക്കെ നമ്മൾ പോയിട്ട് സന്ദർശിക്കാറുണ്ട്, വന്ദിക്കാറുണ്ട്, അല്ലേ? തീർത്ഥയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എത്ര തീർത്ഥസ്ഥലങ്ങളാണ് കാണുക. തീർത്ഥയാത്ര എന്ന് തന്നെയാണ് പേര്. അതുപോലെ തന്നെ ന ദേവാ മൃച്ഛിലാമയ. മൃത്ത് എന്ന് പറഞ്ഞാൽ മണ്ണാണ്. മണ്ണ്. വിഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കുക? പല രീതിയിലുണ്ടാക്കാം. 8 തരത്തിലുണ്ടാക്കാമെന്ന് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിലൊന്നാണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം. കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ മണ്ണ് കൊണ്ട് ധാരാളം ഉണ്ടാക്കും. അപ്പോൾ മണ്ണ് കൊണ്ടുണ്ടാക്കാം. പിന്നെയോ ശില എന്ന് പറഞ്ഞാൽ കല്ല്, കരിങ്കല്ലോ ചെങ്കല്ലോ എന്തായാലും കല്ലുകൊണ്ടുണ്ടാക്കാം. മൃച്ഛിലാമയ, പിന്നെ ലോഹം കൊണ്ടുണ്ടാക്കാം. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ക്ഷേത്രങ്ങളിൽ ലോഹവിഗ്രഹങ്ങൾ അധികം പതിവില്ല.
ഒന്നുകിൽ ദാരുശില്പങ്ങൾ മരത്തിൻ്റെ, ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഭഗവതി ദാരുശില്പ വരിക്കപ്ലാവാണത്. അത് അനവധി വർഷമായിട്ട് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ അത് ചാന്താട്ടം മുതലായ പല കാര്യങ്ങളും ചെയ്യണമുണ്ടാണ്. അപ്പോൾ അത് പിന്നെ ശില, അധികം സ്ഥലങ്ങളിലും ശിലയാണ്. അപ്പം അങ്ങനെയാണ് ദേവന്മാർ. അപ്പം നമ്മൾ ദേവൻ എന്ന് പറഞ്ഞ ശ്രീലകത്ത് ഈ ശിലാവിഗ്രഹത്തിൽ ഇരിക്കുന്ന മൂർത്തി ആണ് ദേവൻ എന്ന് നമ്മൾ ധരിക്കുകയല്ല, അത് ശരിയാണ് താനും. പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതാണല്ലോ, അതിൽ ഈശ്വര ചൈതന്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ പോയിട്ട് നമ്മൾ ആരാധിക്കണു, ഉപാസിക്കണു, പ്രാർത്ഥിക്കണു, വഴിപാടുകൾ കഴിക്കണു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോണത്? ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വെച്ചാൽ മതി, എന്നോട് പറയണ്ട. ഞാൻ കൈ പൊക്കാനൊന്നും പറയുന്നില്ല, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ചിന്തിക്കേണ്ട ഒരു ചോദ്യം കേട്ടോ, ഞാൻ എന്തിനാ അമ്പലത്തിൽ പോണേ? അതാ ചോദ്യം. വ്രതം എടുക്കാറുണ്ട് നമ്മളില്ലേ, ഞാൻ എന്തിനാ വ്രതം എടുക്കണേ? ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഭാഗവതം അതിനൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിലെ മുക്കുതി സ്കന്ധം എന്ന് പറയുന്ന ഏകാദശ സ്കന്ധത്തിലെ 23-ാമത്തെ അധ്യായത്തിൽ ഒരു ഭിക്ഷുവിൻ്റെ കഥ പറയുന്നുണ്ട്, ഭിക്ഷുഗീത. ആ ഭിക്ഷുഗീതയിൽ ഭിക്ഷു പറഞ്ഞേക്കണത് എന്താണെന്നറിയോ? ഭിക്ഷു പറഞ്ഞേക്കണത് ഈ പറഞ്ഞതെല്ലാം ചെയ്യുന്നത് ദാനം സ്വധർമ്മോ നിയമോ യമശ്ച ശ്രുതം ച കർമാണി ച സദ്വ്രതാനി. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ദാനം ചെയ്യണു, പുണ്യകർമ്മമാണ് അല്ലേ? ആ സ്വധർമ്മം മാത്രം അനുഷ്ഠിക്കുന്നു, അത് ധർമ്മശാസ്ത്രപ്രകാരമുള്ളതാണ്, വിധി പ്രകാരമുള്ളതാണ്. അതേപോലെ യമം നിയമം ഇതെല്ലാം നമ്മുടെ ആ അഷ്ടാംഗയോഗത്തിലെ ആദ്യ ഭാഗങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ശ്രുതം നമ്മൾ കേൾക്കുന്നുണ്ട്, നാമസങ്കീർത്തനം നടത്തുന്നുണ്ട്, ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, നാരായണീയം വായിക്കുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട്, പുരാണങ്ങൾ വായിക്കുന്നുണ്ട്, നല്ല നല്ല വ്രതങ്ങൾ എടുക്കുന്നുണ്ട്, ഏകാദശി, പ്രദോഷം മുതലായ വ്രതങ്ങൾ എടുക്കുന്നുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? അതെല്ലാം എന്താ പറഞ്ഞേക്കണേന്നറിയോ ഭിക്ഷു? സർവേ മനോനിഗ്രഹ ലക്ഷണാന്ത. ഇത് ഭഗവാന് വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. അതെങ്ങനെ നമ്മൾക്ക് വേണ്ടിയാവുക? നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്തിയോഗത്തിൽ നമ്മൾ ഇപ്പോൾ അഖണ്ഡനാമയജ്ഞം നടത്തുന്ന ഒരു ദിവസം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ തന്നെ ഉള്ളിൽ ശുദ്ധമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ, എങ്ങനെയാണ് നാമം ചൊല്ലിയ ശുദ്ധാവുക? നാമം ചൊല്ലിയ ശുദ്ധാവുക എന്ന് ഭാഗവതം വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. എന്താ അതിൽ പറയണതെന്നറിയോ? ഭഗവാൻ നാമം ചൊല്ലണ കേട്ടാൽ വലിയ ഇഷ്ടാത്രേ ഭഗവാന്. ഭഗവാൻ എന്തു ചെയ്യും? സങ്കീർത്യമാനോ ഭഗവാൻ അനന്ത. ഭഗവാൻ അനന്തനായിട്ടുള്ള ഭഗവാൻ സങ്കീർത്യമാനനാവുമ്പോൾ എന്തു ചെയ്യണോ? ശ്രുതാനുഭാവോ, കേട്ടാലും മതി, എല്ലാവർക്കും ചൊല്ലാൻ പറ്റില്ല, അത് കേട്ടാലും മതി. അപ്പോൾ ചൊല്ലണവരുടെയും കേൾക്കണവരുടെയും അന്തർപ്രവിശ്യ ഉള്ളിൽ കടക്കും. ഉള്ളിൽ കടന്നിട്ട് എന്താണ്? വിധുനോത്യശേഷം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മാലിന്യങ്ങളുണ്ടോ അതിനെ മുഴുവനും ദൂരീകരിക്കും, കളയും. അതാണ്, അങ്ങനെയാണ് മനസ്സ് ശുദ്ധാവണേ. അതിന് 2 ഉപമ പറഞ്ഞു. ഒന്ന് പറഞ്ഞത് യഥാ തമോർക്കഹ, രാത്രി ഇരുട്ടാണ്, ആ ഇരുട്ട് ഞാൻ ജയിച്ചു എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോഴാണ് കിഴക്ക് സൂര്യൻ ഉദിക്കുക. സൂര്യൻ ഉദിച്ചാൽ പിന്നെ അവനവിടെ നിൽക്കാൻ പറ്റുമോ? പോയില്ലേ? യഥാ തമഹ, തമസ്സിലെ അർക്കൻ എന്ന പോലെ തമസ്സിനെ ഏത് വിധത്തിലാണോ സൂര്യൻ ഇല്ലാതാക്കുന്നത് അതുപോലെ ഭഗവാൻ ഇല്ലാതാക്കുന്ന പറഞ്ഞു. അതുപോലെ തന്നെ യഥാ തമോർക്ക് അഭ്രമിവ അതിവാത. അഭ്രം എന്ന് പറഞ്ഞാൽ മേഘമാണ്. ഇപ്പോൾ ആകാശത്തൊരു മേഘം കണ്ടു ഇല്ലേ? കുട്ടിക്കാലത്തൊക്കെ നമുക്ക്, ഇന്നും എനിക്കിഷ്ടമാണ് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയാൽ വെളുത്ത പഞ്ഞിക്കെട്ട് പോലെ മേഘങ്ങൾ കാണാം. ചിലപ്പോൾ ഒരു സിംഹത്തിൻ്റെ പോലെ തോന്നും, ചിലപ്പോൾ ഒരു ആനയെ പോലെ തോന്നും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും രൂപമൊക്കെ തോന്നും. അത് കുറച്ച് നേരം ഇങ്ങനെ കണ്ടു നിൽക്കാൻ ഒരു രസം. അത് കഴിഞ്ഞാൽ അതവിടെ തന്നെ ഉണ്ടാവുക. കുറച്ച് കഴിഞ്ഞ് കാപ്പി കുടിച്ചു വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല. എന്താ കാരണം? കാറ്റ് വന്ന് അതിനെ കൊണ്ടുപോകും. അപ്പോൾ
നമ്മളുടെ മാലിന്യങ്ങളാകുന്ന ആ മേഘത്തിനെ അതിവാതഹ എന്നാണ് പറഞ്ഞ്, പഞ്ഞി എന്ന് പ്രത്യേകം പറഞ്ഞു. തൂലം എന്ന് പറഞ്ഞ പഞ്ഞിയാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ ഒന്ന് ഊതിയ പോണ സാധന പഞ്ഞി. പക്ഷേ അതിനെ ഓടിക്കാൻ വേണ്ടി ഭഗവാൻ വരുന്നത് എങ്ങനെയാണ്? അതിവാതഹ, കൊടുങ്കാറ്റായിട്ട് വരുന്ന. നാമജപത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറയണേ. അത് ഭാഗവതത്തിലെ ദ്വാദശ സ്കന്ധത്തിലെ സംഗ്രഹം വായിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി വായിക്കുന്ന ഒരു ശ്ലോകമാണിത്. സങ്കീർത്യമാനോ ഭഗവാനനന്ദ ശ്രുതാനുഭാവോ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം. അപ്പം അതുപോലെയുള്ള ഒരു ശുദ്ധീകരണം നമ്മുടെ മനസ്സിനുണ്ടാവണം. അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളിപ്പോൾ തീർത്ഥസ്ഥാനങ്ങളിൽ പോയിട്ട് ഉപാസിച്ചാലും ക്ഷേത്രങ്ങളിലെ ദേവനെ നമ്മൾ പൂജിച്ചാലും നമുക്ക് ശുദ്ധീകരണം കിട്ടുക എങ്ങനെയാണ്? അവർ നമ്മളോടൊന്നും പറയണില്ല അല്ലേ? ഗംഗാനദിയുടെ അവിടെ പോയി ഗംഗാനദി ഇങ്ങനെ ഒഴുകണമെന്നല്ലാണ്ട് ഗംഗാനദി മോനെ നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണം കേട്ടോ, ഈ വഴി കൂടെ ചിന്തിക്കാവൂ കേട്ടോ പറഞ്ഞു തരുന്നുണ്ടോ? ഇല്ല. അമ്പലത്തിൽ പോയി ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണോ, സങ്കടപ്പെടണോ, കരയണോ, കാര്യങ്ങളൊക്കെ പറയണു. ഭഗവാൻ സാരമില്ല കേട്ടോ, ഞാനൊക്കെ മാറ്റിത്തരാം. ആരോടെങ്കിലും ഇതുവരെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമ്പലത്തിൻ്റെ അകത്തുനിന്ന് ഇല്ല. പക്ഷേ ശുദ്ധീകരണം ഉണ്ടാവില്ലേ? ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവുക? കുറച്ച് കാലെടുക്കും. എന്തിനായി കാലെടുക്കണേ? കാലെടുക്കണേ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവിടെ പ്രവർത്തനം നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമ്മളിങ്ങനെ കുറേ ഭഗവാനോട് പോയി പറയുമ്പോൾ നമ്മുടെ ആ ഭക്തിയുടെ ആർദ്രത കൊണ്ടും നമ്മുടെ വിശ്വാസത്തിൻ്റെ ദൃഢത കൊണ്ടും നമ്മൾ തന്നെ സ്വയം ബോധ്യപ്പെടും, ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട്, ഭഗവാൻ എൻ്റെ വിഷമങ്ങൾ മാറ്റും. ആ ബോധം നമ്മളിൽ ഉറച്ച് വരും. കുറേ കാലമെടുക്കും. ചിലർക്ക് പെട്ടെന്ന് പറ്റും, ചിലർക്ക് കുറേ കാലമെടുക്കും. അപ്പോൾ അവിടെ ശുദ്ധീകരണം നടക്കുന്നത് വളരെയധികം കാലം കൊണ്ടാണ്. പക്ഷേ ഒരു സജ്ജനത്തിനെ കണ്ടു, ഒരു അറിവുള്ള ആളെ കണ്ടു, ഒരു സ്വാമിജിയെ കണ്ടു, അതല്ലെങ്കിൽ ഒരു ആചാര്യനെ കണ്ടു, ഗുരുനാഥനെ കണ്ടു. ആ ഗുരുനാഥനെ കണ്ടു കഴിഞ്ഞാൽ ആ ഗുരുനാഥനെ നമ്മൾ നമസ്കരിക്കണം. എങ്ങനെയാണ് ഗുരുനാഥനെ സമീപിക്കേണ്ടത് എന്നൊക്കെ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. നമ്മൾ നമസ്കരിച്ചു, അനുഗ്രഹിച്ചു, നമ്മളോട് നമ്മൾ സംശയം ചോദിക്കണം. ഭഗവാനോട് പോയിട്ട് ഈ മായയെ പറ്റിയിട്ടോ അമ്പലത്തിൻ്റെ അകത്ത് ശ്രീലകത്തിൻ്റെ മുമ്പിലിരുന്നിട്ട് എനിക്ക് ആ മായ എന്താണെന്നൊന്ന് പറഞ്ഞു തരണം, അല്ലെങ്കിൽ ബ്രഹ്മം എങ്ങനെയാണ് ബ്രഹ്മജ്ഞാനം ഉണ്ടാവുക, ബ്രഹ്മാനുഭവം ഉണ്ടാവുക, അതിൻ്റെ സൂത്രമൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് ഒരു അരുളപ്പാടും ഉണ്ടാവില്ല. ഉണ്ടാവും. എവിടെ ഉണ്ടാവുക? നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതിന് സമയമെടുക്കും. അതാ പറഞ്ഞു. പക്ഷേ നമ്മളൊരു ഗുരുവിൻ്റെ മുമ്പിൽ പോയി നമസ്കരിച്ച് ഇത് ചോദിക്കുമ്പോൾ ഗുരു എന്ത് ചെയ്യണോ? ഗുരു നമുക്ക് സംശയമുള്ള ആളാണ്. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ആരെ? ഗുരു. എന്താ കാരണം? പറഞ്ഞു കൊടുക്കാമല്ലോ. സംശയമില്ലാത്തവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? അപ്പോൾ പരിപ്രശ്നം നമ്മൾ സംശയം ചോദിക്കണം ഗുരുവിനോട്. ആ ഗുരു എന്ത് ചെയ്യും? ആ ഗുരു നമ്മൾക്ക് അത് വേണ്ട പോലെ പറഞ്ഞു തരും, നമ്മളെ പഠിപ്പിച്ചു തരും, മനസ്സിലാക്കിച്ചു തരും. അങ്ങനെ നമ്മുടെ മനസ്സിന് ശുദ്ധീകരണം ഉണ്ടാവും. അതിനെത്ര സമയമെടുക്കും? ചിലപ്പോൾ ഒരു മിനിറ്റ്, ഒരു നിമിഷമേ വേണ്ടി വരുള്ളൂ. ഗുരുനാഥനെ ഒന്ന് കണ്ട് നമസ്കരിച്ചാൽ തന്നെ നമ്മൾ പവിത്രീകരിക്കപ്പെടും. അതാണ് ഇതിൽ അവസാനത്തെ വരിയിൽ പറഞ്ഞേ, ദർശനാത് ഏവ സാധവഹ. സാധുക്കളെന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ, ഗുരുക്കന്മാർ. അവരെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ മനസ്സ് മുഴുവനും മാലിന്യം മുഴുവനും പോയിട്ട് ശുദ്ധമാവും. അങ്ങനെയാണ് ഈ ശ്ലോകത്തിൽ അതാണ് പറയണേ. നമ്മളുടെ ക്ഷേത്രത്തിലെ അകത്തിരിക്കുന്ന ദാരുശില്പമായിട്ടും ശിലാവിഗ്രഹമായിട്ടും ഇരിക്കുന്ന ഈശ്വരൻ, ജലമയമായ തീർത്ഥങ്ങൾ, ഇതെല്ലാം നമ്മളെ ശുദ്ധമാക്കാൻ അനവധി കാലം, വളരെ 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 കാലം എടുക്കുമ്പോൾ സജ്ജനത്തിനെ നമ്മൾ ഒന്ന് കണ്ടാൽ മതി. ഇല്ലെങ്കിൽ സജ്ജനം നമ്മളെ കണ്ടാൽ മതി. ദർശനാദേവ എന്നേ പറഞ്ഞുള്ളൂ.
ദർശനം നടത്തുന്നത് ആരാണ്? സജ്ജനമാണോ താനാണോ എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. രണ്ടും ആവാം. അപ്പോൾ തന്നെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ശ്ലോകം വരുന്ന ഭാഗങ്ങൾ ആണ് എന്നോട് പറയാനായിട്ട് ആവശ്യപ്പെട്ടേക്കണേ. അത് നമുക്ക് നോക്കാം. ആ ഭാഗങ്ങൾ ചുരുക്കി പറയാം. ആദ്യമായിട്ട് ഈ ശ്ലോകം, അതിന് മുമ്പൊരു വളരെ കൗതുകകരമായൊരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പോൾ സജ്ജനത്തിനെ കാണുമ്പോൾ നമസ്കരിക്കണം എന്നാണല്ലോ പറഞ്ഞത്, അങ്ങനെയാണല്ലോ. അപ്പോൾ അവരെ കാണുമ്പോഴാണ് ഇതാവുക എന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഈ 4 ദിക്കിൽ വരണമെന്ന് പറഞ്ഞ 4 ദിക്കിലും ആരാ ഇത് പറയുന്നതെന്നറിയോ? പറയുന്നത് ഭഗവാനാണ്. ഭഗവാനാ പറയണേ. ഭഗവാന്റെ മുമ്പിൽ നിന്നുമ്പോൾ ഭഗവാൻ നമ്മളോട് അനുഗ്രഹിച്ച് നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പറയുകയാണെങ്കിൽ ശരിയാണ്. അനുഭവം പറയാം നമുക്ക്. തേ പുനന്തി ഉരുകാലേന ദർശനാദേവ സാധവ എന്ന് നമുക്ക് അങ്ങോട്ട് പറയാം. ഇതല്ല, ഭഗവാൻ പറയാണ്. ഭഗവാൻ ആരോടാ പറയാ? ഭഗവാന് തോന്നുകയാണ് സജ്ജനമാണെന്ന്. തൻ്റെ ഭക്തനായാലും മതി, ആ ഭക്തനോട് പറയാണ്. അപ്പോൾ ഭക്തനെ കാണുമ്പോൾ തന്നെ ഭഗവാൻ ശുദ്ധീകരിക്കപ്പെടുകയാണെന്ന്. ഭാഗവതത്തിൽ എത്ര സ്ഥലത്താണ് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നറിയോ? ആ ഒരു സദ്ഭക്തൻ, ഭഗവാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഭക്തൻ, ആ ഭക്തനെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ പിന്നാലെ ചെല്ലുന്ന പറയണേ. എന്താണ്? ആ ഭക്തൻ്റെ കാലുമ്മലത്തെ പൊടി പിന്നാലെ നടക്കുമ്പോൾ ഭഗവാന്റെ കാലുമ്മലും പെടൂലോ, അങ്ങനെ ഞാനൊന്ന് ശുദ്ധാവെന്നും പറഞ്ഞിട്ട് ഭഗവാൻ നടക്കുന്ന പറഞ്ഞ അതിശയോക്തിയല്ല. 14-ാമത്തെ അധ്യായത്തിലെ ഏകാദശ സ്കന്ധത്തിൽ ആ ശ്ലോകം പറയുന്നുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ അത് ഞാൻ ചൊല്ലി അർത്ഥം പറയാം. അപ്പോൾ ഇതെല്ലാം ഈ 4 സ്ഥലത്തും ഇത് ഭഗവാൻ പറയുന്നതാണ്. ഭഗവാൻ മുനിമാരെ കണ്ടപ്പോഴും തൻ്റെ ഗുരു സ്ഥാനീയരായിട്ടുള്ളവരെ കാണുമ്പോൾ പറയുന്നതും ആയിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇത്. ഈ ആവർത്തിച്ച് വരുന്നത് ഇതിൽ മൊത്തത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കണേ? നമ്മുടെ മനസ്സിന് വളരെ വേഗത്തിൽ ശുദ്ധീകരണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സജ്ജന സംസർഗം ആവശ്യമാണ്. സജ്ജനങ്ങളെ കണ്ടുമുട്ടുക. അയം ഹി പരമോലാഭ നൃണാം സാധു സമാഗമഃ എന്ന് പല ദിക്കിലും ഭഗവാൻ പറയുന്നുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ ലാഭം എന്താണ്? സജ്ജനങ്ങളെ കാണുക എന്നുള്ളതാണ് എന്ന് അതിൽ തുടർന്ന് പറയുന്നുണ്ട്. ആദ്യം ഇത് പറഞ്ഞിട്ടുള്ളത് 10-ാമത്തെ സ്കന്ധത്തിലെ 48-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ ശ്ലോകമാണ്. അത് ആ ശ്ലോകമാണ്. അതിൻ്റെ സന്ദർഭം ഞാൻ പറയാം. നിങ്ങൾ കഥ അറിയാം, നിങ്ങൾക്ക് ഭാഗവതപ്പോൾ ഒരുവിധം കേട്ട് കഴിഞ്ഞു. അതിൽ ഭഗവാൻ കംസൻ പല പല വിദ്യകൾ ഉപയോഗിക്കും കൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അസുരന്മാരെ പറഞ്ഞയക്കും. ആ അസുരന്മാരെ പറഞ്ഞയക്കുമ്പോൾ ആ അസുരന്മാർ പോയവരൊന്നും തിരിച്ചു വരണില്ല. ഒരുപാട് വലിയ വലിയ ആൾക്കാരാണ്, ഭൂതനെയും ബകനെയും അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ അയച്ചത്. അങ്ങോട്ട് പോകാമെന്നല്ലാണ്ട് ഇങ്ങോട്ടില്ല, തിരിച്ചില്ല. ചോദിക്കുമ്പോൾ അവരൊക്കെ വേറെ വഴിക്ക് അന്തകപുരിയിലേക്ക് പോയി എന്നാണ് കേൾക്കണത്. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആ വിദ്യ ഒന്നും കൃഷ്ണൻ്റെ അടുത്ത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. കൃഷ്ണനെയും രാമനെയും മധുരയിലേക്ക് ഇങ്ങോട്ട് വരുത്തുക, എന്തെങ്കിലുമൊക്കെ ഒരു സൂത്രം പറഞ്ഞിട്ട്. അവരിവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലായില്ലേ, അപ്പോൾ നമുക്ക് നോക്കാം എന്ന് ഉള്ള ഒരു ബുദ്ധി, ദുർബുദ്ധി, കുബുദ്ധി ഉപയോഗിച്ചിട്ട് രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ട് ആരെ അയക്കണേ? അക്രൂരനെയാണ് അയക്കണേ. അക്രൂരൻ കൃഷ്ണൻ്റെ ചെറിയച്ഛനാണ്, അച്ഛൻ്റെ അനുജനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ അയക്കുക. അദ്ദേഹത്തിനാണെങ്കിലോ കുറേ കാലമായി ഒന്ന് കൃഷ്ണനെയൊക്കെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് സാധിക്കണില്ല. കംസൻ്റെ ഒരു അധീനത്തിലായിപ്പോയില്ലേ, കംസൻ അനുവദിച്ചിക്കാനല്ലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ കംസൻ തന്നെ പൊക്കോളാനാണ് പറയണേ. ഓ സന്തോഷം, എന്തൊരു ഭാഗ്യം. അങ്ങനെ പോവുകയാണ്. പോയി അവിടെ ചെന്ന് അവരെ കൂട്ടി മധുരയിലേക്ക് കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞിട്ടുള്ള മധുരാലീലയൊക്കെ നിങ്ങൾക്കറിയാം.
അപ്പോൾ അവിടെ മധുരയിലേക്ക് പ്രവേശിച്ച വഴിയെ തന്നെ അക്രൂരനൊരു കാര്യം പറയാണ് ഭഗവാനോട്. ഒരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോവാം. മധുരയിലേക്ക് പോയാൽ പിന്നെ അങ്ങ് അവിടെ തിരക്കാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറയുകയാണ് ചെയ്യണേ. അവിടെ അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന് തിരക്കായി. എന്താ അവിടെ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള തിരക്കഥയൊക്കെ വേണ്ട പോലെ ഉണ്ടാക്കിയിട്ടാണ് ആൾ പോണതേ. അതൊക്കെ ഒന്ന് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ തിരക്കായി. അപ്പോൾ അതുകൊണ്ട് എന്ത് പറഞ്ഞു? ഇപ്പോൾ വേണ്ട, ഞാൻ ഇവിടെ ഇത്തിരി പണിയുണ്ട് എനിക്ക്, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടം വിട്ട് പോകുന്നതിന് മുമ്പ് എന്തായാലും ചെറിയച്ഛൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരിക്കും, വരും, അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഭഗവാന്റെ അങ്ങനെ പറഞ്ഞ് തൽക്കാലം അപ്പോൾ പോയില്ല. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. കാരണം ഭഗവാൻ നുണ പറയില്ലല്ലോ, എന്തായാലും വരും ഉറപ്പായിട്ടും. തൽക്കാലം കാര്യങ്ങൾ നടത്താൻ വേണ്ടി അദ്ദേഹം പോവുകയാണ്. പിന്നെ അവിടെ നടന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, കേൾക്കുകയും ചെയ്തു. അതിപ്പോൾ പറയാൻ നമുക്ക് സമയമില്ല. അത് കഴിഞ്ഞ് ഭഗവാന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യാണ്? നേരെ അക്രൂരിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അക്രൂരിനെ കാണാൻ വേണ്ടിയിട്ട് അക്രൂരിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതാണ് ആ രംഗം. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അക്രൂരിൻ്റെ ഒരു വലിയ പെട്ടെന്ന് ചെന്നപ്പോൾ അക്രൂരിൻ വീട്ടിൽ ആ സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അക്രൂരിൻ്റെ അവിടെ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ അക്രൂരിൻ്റെ ചെറിയൊരു സ്തുതി ഉണ്ട് അവിടെ. അക്രൂരിൻ്റെ പ്രധാനപ്പെട്ട സ്തുതി മധുരയിൽ നിന്ന് വരണ വഴിക്ക് കഴിഞ്ഞു. എന്താ കാരണം? ആൾ വലിയൊരു അത്ഭുത ലീലയൊക്കെ ആടി ആ വരണ വഴിയിലേ. അക്രൂരിനെ വൈകുണ്ഠമൊക്കെ കാണിച്ചു കൊടുത്തു, ഒരു മാജിക്കൊക്കെ പോലെയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ആ അക്രൂരിൻ്റെ സ്തുതി കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു സ്തുതിയാണ് ഭാഗവതത്തിലെ. ദശാവതാരങ്ങൾ വരുന്ന ഒരു സ്തുതി അക്രൂരിൻ്റെ സ്തുതിയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്തുതിയാണ്. അതിൽ ഉള്ള ഒരു ശ്ലോകം ഞാൻ പറയാം. പണ്ഡിതസ്ത്വതപരം ശരണം സമീയാത് ഭക്തപ്രിയാദൃതഗിര സുഹൃദ കൃതജ്ഞാത് സർവാൻ ദദാതി സുഹൃദോ ഭജതോഭികാമാം ആത്മാനമപ്യുപചയാപചയവൂ നയസ്യ എന്ന് പറയാണ്. എന്താണ്? അങ്ങേ വിട്ടിട്ട് ആരെങ്കിലും വിവരമുള്ളവർ പണ്ഡിത എന്നാണ് ചോദിച്ചത്. വിവരമുള്ളവർ വേറെ ആരെങ്കിലും ആശ്രയിക്കാൻ പോവുമോ? എന്താ അങ്ങനെ പറയാൻ കാരണം? ഭഗവാന്റെ കുറേ ഗുണഗണങ്ങളാണ് അവിടെ പറയുന്നത്. ഭക്തപ്രിയ, ഭക്തപ്രിയനാണ് അങ്ങ്. പിന്നെയോ ഋതഗിര, പറഞ്ഞ വാക്കിന് വ്യവസ്ഥയുള്ള ആളാണ്. പറഞ്ഞത് തീർച്ചയായിട്ടും പാലിക്കും. അതിപ്പോൾ ഇവിടെ കാണുകയും ചെയ്തുല്ലോ. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഋതഗിര എന്ന് എടുത്ത് പറഞ്ഞു. സുഹൃദ എന്ന് പറഞ്ഞാൽ സുഹൃത്ത്, നല്ല ഹൃദയമുള്ള ആളാണ്, എല്ലാവരുടെയും സുഹൃത്തുമാണ്. പിന്നെന്ത് പറഞ്ഞു? സർവാൻ ദദാതി, എല്ലാം കൊടുക്കും. അവിടെ മറ്റൊരു സുഹൃത ശബ്ദം പ്രയോഗിച്ചു, നല്ല മനസ്സിനെ കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ ശുദ്ധീകരിക്കും. മനസ്സ് വേറെ എടുത്തു കൊടുക്കുകയൊന്നുമില്ല, ഉള്ള മനസ്സ് നേരെയാക്കുകയുള്ളൂ. അതാണ് സുഹൃദ എന്നവിടെ പറഞ്ഞ്. ഭജത അഭികാമാൻ, ഭഗവാനെ ഭജിക്കുന്നവർക്ക് വേണ്ടതെല്ലാം. അപ്പോൾ ഭുക്തിയും മുക്തിയും കൊടുക്കുന്ന അർത്ഥം. അതോടൊപ്പം എന്താണ്? ആത്മാനം, തന്നെ തന്നെ കൊടുക്കും, ഭഗവാനെ തന്നെ കൊടുക്കും. എന്ന് വെച്ചാൽ പിന്നെ അവരുടെ ഉള്ളിൽ ഭഗവാൻ എപ്പോഴും ഉണ്ടാവും. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാൽ നിഷ്കാമമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയും. നിഷ്കാമമായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കരുത്, പക്ഷെ നമുക്ക് വേണ്ടി ഒരു കാര്യം പ്രാർത്ഥിക്കാം. എന്താണ്? ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി, പിന്നെ എല്ലാം ഉണ്ടായിക്കോളും. പക്ഷെ നമ്മളത് മാത്രം പ്രാർത്ഥിക്കില്ല, വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയല്ലേ പതിവ്? ഭഗവാൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ രക്ഷയായി, എൻ്റെ എല്ലാ പാലനമായി, എന്നെ പോഷണായി, പ്രീണനായി, ലാളനായി, എല്ലാമായി, എല്ലാം കിട്ടും. അതാണ്
അവിടെ അങ്ങനെ പറഞ്ഞു, ആത്മാനമഭി ഉപജയാപജയവുന്ന യസ്യ. ഇനിയിപ്പോൾ ഭഗവാനെ എനിക്ക് തന്നു എന്ന് വിചാരിക്കുക. ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഭഗവാൻ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എപ്പോഴെന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് വേറൊരാൾ പ്രാർത്ഥിച്ച ആളുടെ കൂടെ ഇല്ലാണ്ടാവുമൊന്നുമില്ല. അതാണ് ഉപജയവും അപജയവും ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടുകയില്ല കുറയില്ല. ഭഗവാൻ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. ഭഗവാനെ നമുക്ക് തന്നാലും ഭഗവാൻ ഒരു കുറവും വരുന്നില്ല. ഇനി അങ്ങനെ എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഗംഭീര ശ്ലോകം അതിലുണ്ട്. ഇത് ഉദ്ധവർ പറയണതാണ്. അത് കഴിഞ്ഞപ്പോൾ എന്താ ഭഗവാൻ പറഞ്ഞു തുടങ്ങിയതെന്നറിയോ? ത്വന്നോ ഗുരു പിതൃവ്യശ്ച. അങ്ങ് ഞങ്ങളുടെ ഗുരുവാണ്, പിതൃവ്യനാണ്, എൻ്റെ ചെറിയച്ഛനാണ്, ശ്ലാഘ്യനാണ്, അങ്ങ് വളരെ ആദരണീയനാണ്, ബന്ധുവാണ്, ഞങ്ങളെ രക്ഷ്യാഹ എന്നാണ് പറഞ്ഞത്, ഞങ്ങളെ രക്ഷിക്കുന്നവനാണ്. കാർന്നോരല്ലേ, ചെറിയച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പോലെയല്ലേ. അപ്പോൾ ഞങ്ങളെയൊക്കെ പാലിക്കുന്ന ആളാണ്. തറവാട്ടിലെ മുതിർന്ന കാർന്നവരാണെന്ന് പറയാം. പോഷ്യാശ്ച, ഞങ്ങളെയൊക്കെ പോഷണം ചെയ്യുന്നത്, വളർത്തി നന്നാക്കുന്നത്. അനുകമ്പ്യാഹ, ചെറിയച്ഛനും ബന്ധുക്കൾക്കും പണ്ടത്തെ കൂട്ടുകുടുംബാണെങ്കിൽ അതിലൊക്കെ ജീവിച്ചവരിതിലുണ്ടെങ്കിൽ അവർക്ക് അറിയാം ആ സ്നേഹത്തിൻ്റെ ശക്തി. അവരുടെ ആ കൂടെ ഒരു വീട്ടിൽ 10-30, ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ 30 ആൾക്കാരായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം മുത്തശ്ശിമാർ കുറേ ഉണ്ട്, അമ്മ കുറേ പേരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്തൊരു സ്നേഹമാണെന്നറിയോ. അതേപോലെ അനുകമ്പ്യാഹ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്ന് ആര് പറയണു? ഭഗവാൻ അക്രൂരനോട് പറയാണ് കേട്ടോ. നിഷേവ്യ, സേവിക്കപ്പെടേണ്ടവൻ, അർഹത്തമ, പൂജിക്കപ്പെടേണ്ടവൻ എന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ടാണ് പറയണത്, നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ചിലാമയ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവ. അങ്ങിങ്ങനെയൊക്കെ പറഞ്ഞ ഈ സാധുവാണ്. അപ്പം അങ്ങയെ കണ്ടത് കൊണ്ട് തന്നെ ആരാ പറയണേ? ഭഗവാൻ അക്രൂരനോട്, കുഞ്ഞച്ഛനോട് പറയാണ്, ചെറിയച്ഛനോട് പറയാണ്. അപ്പോൾ അങ്ങയെ കണ്ടതുകൊണ്ട് തന്നെ ഞാനിതാ പവിത്രീകരിക്കപ്പെട്ടു, ശുദ്ധമായി ഞാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സാധുക്കളെ കണ്ടാൽ തന്നെ മതി, ശുദ്ധമാവും എന്ന് പറയുന്നു. അതാണ് ആ 48-ാമത്തെ അധ്യായത്തിലാണ് അത് പറയണേ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ശരിക്കും ഇത്രയും കൂടിയൊക്കെ പറയാനുണ്ട്, സമയം അങ്ങോട്ട് എത്തില്ല ചിലപ്പോൾ. പിന്നെ ഒന്നുള്ളത് 84-ാമത്തെ അധ്യായത്തിലാണ്. 84-ാമത്തെ അധ്യായം ഇത്രയും കൂടെ വേഗം പറഞ്ഞു പോയാൽ അതൊരു നീതി പുലർത്തും സംശയമാണ്. പക്ഷെ പറയാൻ സമയം നോക്കണ്ടേ. എന്തായാലും ഞാൻ ചുരുക്കി പറയാം. കുചേലവൃത്തം ആ കഥയൊക്കെ ഉണ്ടല്ലോ, സുദാമാവിൻ്റെ കഥ. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു ഭാഗമുണ്ട്, സമന്തപഞ്ചക യാത്ര എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഈ സമന്തപഞ്ചകം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കുരുക്ഷേത്രത്തിൽ നിങ്ങളൊക്കെ പോയിട്ടുണ്ടോ? ഇപ്പോഴും ഉണ്ട്, പോയി കാണാം. ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്, ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവിടെ ഒരു വലിയ ജലാശയമാണ്. ആ ജലാശയത്തിൽ ആരതിയൊക്കെ ഉണ്ട് എല്ലാ ദിവസവും. എന്തുമാതിരി ഹരിയാന ഗവൺമെൻറ്റിനെ നമസ്കരിക്കണം. ആ ഹരിയാന ഗവൺമെൻറ് ഇതൊക്കെ പ്രിസർവ് ചെയ്യണ കണ്ടാൽ ഈ കേരള ഗവൺമെൻറ്റിനെയൊക്കെ കണ്ടു പഠിക്കണം. നമുക്ക് നമസ്കരിക്കാൻ തോന്നും. കാരണം എത്ര ഇതെല്ലാം കുരുക്ഷേത്രമുണ്ട് അവിടെ 3 നിലയുള്ള വലിയൊരു മ്യൂസിയം ഉണ്ട്. 10 റുപ്യയുള്ളൂ എൻട്രൻസ് ഫീ. സെൻട്രലൈസ്ഡ് AC ആണ്. ഈ 3 മഹാഭാരതത്തിലെ എല്ലാ കഥയുണ്ട്. 18 ദിവസത്തെ യുദ്ധവും സിനിമ കാണുന്ന പോലെ കാണാം. ഒരു ഫ്ലോറ് നിറച്ച് യുദ്ധം കാണില്ല. 1-ാമത്തെ ദിവസം നടന്ന യുദ്ധം, 2-ാമത്തെ ദിവസം നടന്ന യുദ്ധം, ഭീഷ്മരുടെ നേരെ ഭഗവാൻ ചക്രമെടുത്ത് ചെന്ന ആ ദിവസത്തെ ആ യുദ്ധം, എല്ലാ ദിവസത്തെയും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു വലിയ മ്യൂസിയമൊക്കെ അവിടെ നിലനിർത്തുന്നുണ്ട്. ഭഗവാൻ ഗീത ഉപദേശിച്ച സ്ഥലമുണ്ട്. ആ ഗീത ഉപദേശിച്ച സ്ഥലത്ത് ഞങ്ങൾ പോയി ഇരുന്നിട്ട് ഒരു വലിയ ആലുണ്ട്. ആ ആലിൻ്റെ ചുവട്ടിൽ നട്ടുച്ചയ്ക്കും തണുപ്പാണ്. അവിടെ ഇരുന്നിട്ട് 18 അധ്യായം ഞങ്ങൾ വായിച്ചു. എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞങ്ങളുടെ സംഘത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു, ചുരുക്കി. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയും. ആ സമന്ത പഞ്ചകത്തിൽ
പറ്റി പറയുന്ന ഭാഗത്താണ് ഇനി ഇത് വരുന്നത്. ആ സമന്തപഞ്ചകത്തിൽ ഉണ്ടായ ഒരു രംഗം. സമന്തപഞ്ചകത്തിൽ എന്താ ഉണ്ടായത്? ഒരു വലിയ ഒരു സൂര്യഗ്രഹണം വന്നു. അപ്പോൾ ആ ഗ്രഹണം കഴിഞ്ഞാൽ കുളിക്കണ്ടേ? കുളിക്കാനുള്ള ഒരു പുണ്യസ്ഥലമാണ് ഈ സമന്തപഞ്ചകം. അപ്പോൾ അവിടേക്ക് എല്ലാവരും എത്തിയേക്കുക. വലിയൊരു കുടുംബ യോഗം, ഒരു കുടുംബ സമ്മേളനം എങ്ങനെയാണ് നടത്തണ്ടേ എന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ് ഈ സമന്തപഞ്ചകത്തിൽ. അതൊക്കെ എടുത്ത് വായിക്കേണ്ടതാണ്. 3-4 അധ്യായമുണ്ട്. അവിടെ വച്ചിട്ടാണ് ഗോപസ്ത്രീകൾക്ക് മോക്ഷം കൊടുക്കണതൊക്കെ ഭഗവാൻ. അപ്പോൾ അവിടെ ഇവരെല്ലാവരും കൂടിയിരുന്നിട്ട് വട്ടം കൂടിയിരുന്നിങ്ങനെ ഓരോരുത്തരെ കാണുന്നു. അനവധി വർഷങ്ങളായിട്ട് കാണാത്തവരെ കാണുന്നു, കെട്ടിപ്പിടിക്കണു, കരയണു. അതിൻ്റെ ഇടയിൽ പാഞ്ചാലി ഉണ്ട്. അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ പാഞ്ചാലിക്ക് ഒരു സംശയം, ഭഗവാൻ ഈ 8 സ്ത്രീകളെ വിവാഹം കഴിച്ചുല്ലോ, അതൊക്കെ എങ്ങനെയാണ് കല്യാണം കഴിച്ചത്? അതൊക്കെ എന്ത് രസമാണെന്നറിയാം. രംഗമൊക്കെ തനി പെണ്ണുങ്ങളുടെ സ്വഭാവം മുഴുവൻ അതിലുണ്ട്. നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ സാരി എവിടെ നിന്ന് എടുത്തേ എന്നൊക്കെ ചോദിക്കില്ലേ പെണ്ണുങ്ങൾ? അതുപോലത്തെ ചോദ്യം. ബഹുരസം. അതൊക്കെ ഇരുന്ന് പഠിക്കണം. എന്ത് രസത്തിലാണ് വ്യാസഭഗവാൻ മഹർഷിയാണ് എഴുതി വെച്ചേക്കണേ. എന്നിട്ട് പാഞ്ചാലി ഓരോരുത്തരോട് ചോദിക്കുക, രുക്മിണിയോട് ചോദിക്കുക, നിനക്ക് എങ്ങനെയാണ് കൃഷ്ണനെ കിട്ടിയേ? അപ്പോൾ പാഞ്ചാലി ആ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. അല്ല, രുക്മിണിയെ കഥയൊക്കെ പറയും. സത്യഭാമയോട് ചോദിക്കും. അപ്പോൾ സത്യഭാമ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ആ കഥയൊക്കെ പറയും. അതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് പഠിക്കുമ്പോഴേട്ടാ ആ ഭാഗം നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ അറിയോ? ഈ 8 ഭാര്യമാർക്ക് 8 സ്വഭാവമാണ്. ആ സ്വഭാവം നമുക്ക് എങ്ങനെ മനസ്സിലാവുകയെന്നറിയോ? അവർ പാഞ്ചാലിയോട് പറയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സത്യഭാമയൊക്കെ പറയുമ്പോൾ ഞാൻ രാജകുമാരിയാണ്, പിന്നെന്താ വെച്ചാലേ അച്ഛന് ഒന്ന് നമസ്കരിക്കേണ്ടി വന്നു കൃഷ്ണൻ്റെ അടുത്ത് ആ സമന്തകത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അച്ഛൻ പോട്ടേന്ന് വെച്ച് എന്നെ കൊടുത്തതാ എന്നാണ്. നേരെ മറിച്ച് രുക്മിണി എങ്ങനെയാണ് പറയണേ? രുക്മിണി പറയണേ, ചിരകാലമായിട്ട് ഭഗവാനെ ആശിച്ച് തപസ് ചെയ്ത് എന്തോ ഒരു മഹാഭാഗ്യവും പുണ്യവും കൊണ്ട് എനിക്ക് കൃഷ്ണനെ കിട്ടിയതാന്ന്. അപ്പോൾ ആ സ്വഭാവമൊക്കെ അതിൽ കൃത്യമായിട്ട് അറിയാം. എന്താവട്ടെ, അത് ഞാൻ ആ സമന്തപഞ്ചകം പറഞ്ഞപ്പോൾ ഒരു ആസ്വാദനം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മളുടെ രംഗം അതല്ല. അവിടെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് മുനിമാരൊക്കെ എത്തും. കാരണം എന്താ വെച്ചാൽ വസുദേവൻ അവിടെ വെച്ച് വലിയൊരു യജ്ഞം നടത്താൻ തീരുമാനിക്കുക. അപ്പോൾ കൃഷ്ണൻ രാമനും കൂടി വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ മുനികളെല്ലാവരും കൂടി ഒരു വലിയ ലിസ്റ്റാണ് മുനിമാരുടെ പറയുന്നത്. ദ്വൈപായനൻ, നാരദൻ, ചവനൻ, ദേവലൻ, ആസിതൻ, വിശ്വാമിത്രൻ, ശതാനന്ദൻ, ഭരദ്വാജൻ, ഗൗതമൻ, അങ്ങനെ എല്ലാ അന്ന് ഭാരതത്തിലുണ്ടായിരുന്ന എല്ലാ മുനിമാരുടെ ഒരു വലിയ ലിസ്റ്റുണ്ട് ഇതിൽ. പറയണത് 84-ാമത്തെ അധ്യായം 10-ാമത്തെ സ്കന്ധത്തിൽ. അപ്പോൾ അതിൽ അവരെല്ലാവരും കൂടി വന്നു. അവരെല്ലാവരും കൂടി ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ അടുത്തുള്ളവരോടൊക്കെ വെടിയും പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണേ. അപ്പോൾ പെട്ടെന്നാണ് ഇവരിങ്ങോട്ട് വരണേ. കണ്ട വഴി അവിടുന്ന് ചാടി എണീറ്റ് പോയി അവരുടെ മുമ്പിൽ വീണിട്ട് നമസ്കരിക്കുകയാണ്. ഋഷിമാരുടെ മുമ്പിൽ നമസ്കരിക്കുകയാണ്. മനുഷ്യാവതാരം എടുത്തേക്കാണ്. മനുഷ്യാവതാരം. നമ്മളിപ്പോൾ ഒരു കഥകളിയിലൊരു വേഷം കളിക്കുകയാണ്. ഞാനിപ്പോൾ നളചരിതത്തിലെ നളനായിട്ട് വേഷം കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ വിജയം മേനോനായിട്ട് ഇരിക്കാൻ പാടുണ്ടോ? നളനായിട്ട് അവിടെ ആട്ടി തകർക്കണം, അതാ വേണ്ടേ? അവിടെ എൻ്റെ വിജയം അതാ. അവിടെ എൻ്റെ ഇൻഡിവിജ്വാലിറ്റിക്ക് വിലയില്ല എന്ന പോലെയാണ് ഭഗവാൻ മനുഷ്യൻ്റെ വേഷം കെട്ടി ആടുകയാണേ. അങ്ങനെ ആടുമ്പോൾ പിന്നെന്താ അതിൽ ലയം വരികയാണ്, തന്മയത്വം വരികയാണ്. അതാണ് വിഡംബനം. ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് വിഡംബനം എന്ന് പറഞ്ഞാൽ അനുകരണം, അഭിനയമാണ്. അപ്പോൾ ഭഗവാൻ അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ, നമ്മളെ പോലുള്ളൊരു മനുഷ്യനെ പോലെ പോയിട്ട് അവരെ നമസ്കരിക്കുകയാണ്. അവരെ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് പറയുന്ന വാക്കുകളൊക്കെ അഹോ വയം ജന്മഭൃതോ, ഇതാ എൻ്റെ ജന്മം സഫലമായി നിങ്ങളെയൊക്കെ ഒരുമിച്ച് കണ്ടപ്പോൾ എന്നാണ്. എന്ന് മാത്രമല്ല ലബ്ധം കാർസ്ന്യേന തത് ഫലം, ആ ജന്മത്തിൻ്റെ ഫലമുണ്ടല്ലോ, സാഫല്യം, പുരുഷാർത്ഥങ്ങളൊക്കെ നേടലാണ് മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം. അതെല്ലാം ഇതാ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. കാർസ്ന്യേന, പൂർണ്ണമായിട്ടും.
എന്താ പറയുക, നമ്മുടെ പരിപൂർണമായിട്ടും എനിക്ക് കിട്ടിക്കഴിഞ്ഞേക്കണു എന്ന് പറയാണ്. ദേവാനാമപി ദുഷ്പ്രാപം യദ് യോഗേശ്വര ദർശനം. നിങ്ങളെപ്പോലെയുള്ള യോഗേശ്വരന്മാരുടെയൊക്കെ ദർശനം ഉണ്ടല്ലോ, ദേവന്മാർക്ക് പോലും കിട്ടില്ല. പക്ഷെ മനുഷ്യരായിട്ടുള്ള ഞങ്ങൾക്കിപ്പോൾ കിട്ടിയേക്കണു എന്നാണ് പറഞ്ഞത്. മനുഷ്യരായിട്ടുള്ള ഞങ്ങൾക്ക് ആരാ പറയണേ? ഭഗവാൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തന്മയത്വം എന്ന് പറഞ്ഞ് ആ റോള് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള കളിയാണ്. അങ്ങനെ ചെന്നു കഴിഞ്ഞിട്ട് അവരെ നമസ്കരിക്കുകയാണ്. അപ്പോൾ പറയുന്നതാണിത്. നഹ്യമ്മയാനി തീർത്ഥാനി, 11ാമത്തെ ശ്ലോകം. ന ദേവാമൃച്ചിലാമയ തേ പുനന്തി ഉരുകാലേന. ഉരുകാലം എന്ന് പറഞ്ഞാൽ വളരെയധികം കാലം കൊണ്ട്. ഈ തീർത്ഥങ്ങളും ഈ ക്ഷേത്രത്തിലൊക്കെ ദാരു, അതേപോലെ ശില കൊണ്ടുള്ള വിഗ്രഹ രൂപത്തിലിരിക്കുന്ന ഈശ്വരന്മാരും ഉരുകാലേന വളരെയധികം കാലം കൊണ്ടാണ് പുനന്തി എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്നത് നമ്മളെ. എന്നാലോ ദർശനാദേവ സാധവ, നിങ്ങളെപ്പോലെയുള്ള യോഗീശ്വരന്മാരും ആയിട്ടുള്ള സാധുജനങ്ങളെ കണ്ട മാത്രയിൽ തന്നെ ഞാനിതാ പരിശുദ്ധനായിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുകയാണ് ചെയ്യണേ. അപ്പോൾ അവിടെയാണ് അതിലെ ആ ശ്ലോകം. അതിൽ പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ നോട്ടീസിൽ കൊടുത്തിട്ടുള്ള മറ്റൊരു സന്ദർഭം 12ാമത്തെ സ്കന്ധത്തിലാണ്. 12ാമത്തെ സ്കന്ധത്തിലെ ഒരു സ്ഥലത്ത് പറയുന്നതാണ്. അതും കൂടി ഞാനൊന്ന് പറയാം. അതിൽ മാർക്കണ്ഡേയ ചരിതമുണ്ട്. മാർക്കണ്ഡേയ ചരിതം. അപ്പോൾ ഈ ഭാഗവതത്തിൻ്റെ ഒരു ഘടന നിങ്ങൾക്കൊക്കെ അറിയാം. ഭാഗവതത്തിൻ്റെ ഘടന പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞാൽ അത് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്ത് രാജാവിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. പരീക്ഷത്തിന് ഒരു ശാപം കിട്ടി, 7 ദിവസം ഇനി ജീവിതമുള്ളൂ എന്നറിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ പരീക്ഷിത്ത് എന്ത് ചെയ്തു? 7 ദിവസമേ ഉള്ളൂ, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് 7 ദിവസം കഴിച്ചു കൂട്ടണം. അതെന്താണെന്ന് ആലോചിച്ചു. അപ്പം അങ്ങനെ ആ ഋഷിമാരോടൊക്കെ ആവശ്യപ്പെട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ശ്രീശുക ബ്രഹ്മർഷി കടന്നു വരികയാണ്. അങ്ങനെ ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് മുക്തി ലഭിക്കുന്നതാണ് ഭാഗവതത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു കഥ പറഞ്ഞാൽ. അപ്പോൾ 2 പേര് തമ്മിലുള്ള സംവാദമാണെന്ന് വേണമെങ്കിൽ പറയാം. ശ്രീശുക ബ്രഹ്മർഷിയും പരീക്ഷിത്തും. വക്താവ് ശ്രീശുക ബ്രഹ്മർഷിയും, ശ്രോതാവ് ശ്രീശുക പരീക്ഷിത്ത് രാജാവും. അങ്ങനെയാണ് ഭാഗവതത്തിൻ്റെ ഒരു ഘടന എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവസാനം ഈ പരീക്ഷത്തിന് മുക്തി കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ആ സമയത്ത് അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭാഗവതം കഥ കഴിഞ്ഞു. ഇപ്പോൾ പരീക്ഷത്തിന് മോക്ഷം കിട്ടി, ശ്രീശുക ബ്രഹ്മർഷി പോവുകയും ചെയ്തു. അപ്പോൾ ഭാഗവതം കഥ ശരിക്കും അവിടെ കഴിഞ്ഞു. അപ്പോൾ അതിനൊരു അനുബന്ധമായിട്ട് അപ്പൻഡിക്സ് എന്ന് പറയാം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തിനാണ് ആ ഒരു ഭാഗം വ്യാസഭഗവാൻ ചേർത്തതെന്ന്. അത് മറ്റൊന്നിനുമല്ല, ഒരു പക്ഷേ ഈ ഭാഗവതം രചിച്ച കാലത്ത് ശൈവരെന്നും വൈഷ്ണവരെന്നും തമ്മിൽ ചേരിതിരിഞ്ഞുള്ള കലാപങ്ങളും യുദ്ധങ്ങളും, ഞങ്ങളാണ് കേമര് എന്ന് പറയുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കും. അപ്പം ശിവനും വിഷ്ണുവും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്നുള്ളത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കണ്ഡേയൻ്റെ കഥ അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ നിങ്ങൾക്ക് അറിയാം. അത് മുഴുവനിപ്പോൾ പറയാൻ നമുക്ക് സമയമില്ല. മാർക്കണ്ഡേയ മഹർഷി തപസ് ചെയ്യാണ്. ആരാ തപസ് ചെയ്തേ? തപസ് ചെയ്തത് നരനാരായണമൂർത്തിയാണ് തപസ് ചെയ്തത്. അവർ പ്രത്യക്ഷമായി ഒരു ഗംഭീര സ്തുതിയൊക്കെ ഉണ്ട്. ആ സ്തുതിയൊക്കെ കഴിഞ്ഞ് അവരനുഗ്രഹിച്ച് പോകുകയാണ്. പോണ സമയത്ത് വരം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? ഒരുപക്ഷെ നമ്മൾ തപസ് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് തന്നെ തപസ് ചെയ്ത് നമ്മളുടെ മുമ്പിൽ ഒരു ഭഗവാൻ പ്രത്യക്ഷമായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരെന്ന് ചോദിച്ചാൽ അപ്പം കിടന്ന് തപ്പണ്ടി വരരുത്.
പ്രായമൊക്കെ ഈ ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് കടലാസിൽ നേരത്തെ എഴുതി വച്ചിട്ടുണ്ടാവും ലിസ്റ്റ് കൊടുക്കാൻ, അല്ലേ? അങ്ങനെയാണ് ചെയ്യാം. മാർക്കണ്ഡേയൻ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. മാർക്കണ്ഡേയനൊന്നും വേണ്ട. എന്താ കാരണം? സമധിഗത സർവാഭിലഷിതാൻ. നാരായണീയത്തിൽ പറയണില്ലേ, ആ പഠന്തോ നാമാനി, ഭക്തരുടെ കഥ പറയുന്നുണ്ടായില്ലേ? ഭക്തര് പഠന്തോ നാമാനി, നാമം ജപിക്കും. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിത. അപ്പോഴോ ആ നാമം ജപിക്കുമ്പോൾ ആ ആനന്ദസാഗരത്തിൽ നമ്മളിങ്ങനെ ആറാടും ഭക്തര്, അല്ലേ? സിന്ധൗ നിപതിത. അത് കഴിഞ്ഞാൽ സ്മരന്തോ രൂപം തേ, അങ്ങയുടെ രൂപം മനസ്സിൽ കൊണ്ട് നടക്കും, എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കും. വരദ, അല്ലേ? സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥ. അങ്ങയുടെ കഥകളൊക്കെ പറഞ്ഞു നടക്കുക. അത് കഴിഞ്ഞ് ചരന്തോ യേ ഭക്ത, ഇങ്ങനെയൊക്കെ നടക്കണ ഭക്തന്മാരുണ്ടല്ലോ, ഏ ഭക്ത, അവര് ഞാൻ എന്താ പറയാന്നറിയോ? അമൂൻ ധന്യാൻ മന്യേ, ലോകത്തിലെ ഏറ്റവും വലിയ ധന്യന്മാരവർ. ധന്യന്മാരെന്ന് പറഞ്ഞാൽ ധനികർ, റിച്ചസ്റ്റ് പേഴ്സൺസ് അവരാണ്. എന്താ കാരണം എന്നറിയോ? സമധിഗത സർവാഭിലഷിതാൻ, എല്ലാ അഭിലാഷങ്ങളും കിട്ടിയ ഒരവസ്ഥയിലാണ് അവർ, അല്ലേ? ഏറ്റവും സന്തുഷ്ടനാണ്. ഉദ്ധവര് ഏകാദശ സ്കന്ധത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ഭഗവാൻ മറുപടി പറയുകയും ചെയ്യുന്നതാണ് ഉദ്ധവഗീത. അതിൽ 19-ാമത്തെ അധ്യായത്തിൽ ഏകാദശ സ്കന്ധത്തിൽ എടുത്ത് വായിച്ച് ആസ്വദിക്കേണ്ടതാണ്. നിങ്ങൾ ഈ ചാനലിലൊക്കെ ഇങ്ങനെ ക്വിസ് പ്രോഗ്രാം കാണാറില്ലേ? ക്വിസ് പ്രോഗ്രാം. അതിലിങ്ങനെ ഒരു ക്വിസ് മാസ്റ്റർ ഉണ്ടാവും, ചോദ്യങ്ങൾ ചോദിക്കും, കുട്ടികൾ ഉത്തരം പറയും, മാർക്കിടും, അങ്ങനെയൊക്കെയാണല്ലോ. അവസാനം എലിമിനേറ്റ് ചെയ്ത് ഒരു 5 പേര് ലാസ്റ്റ് റൗണ്ടിലേക്ക് എടുക്കും. ആ ലാസ്റ്റ് റൗണ്ട് കുറച്ച് ടഫാണ്. എന്തേ ടഫ്? റാപ്പിഡ് ഹിറ്റ് ഗ്രൗണ്ട് എന്നൊക്കെ അതിന് പറയുക. കട്ടയെന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഒരു കട്ടയെന്ന് ബസർ അമർത്തണം, എന്നിട്ട് ഉത്തരം പറയണം. അങ്ങനെയാണ്. അതുപോലെ ഭഗവാനോട് ഓരോ ചോദ്യം ചോദിച്ച്, ഒരു അധ്യായത്തിൽ ഒരു ചോദ്യം ഉണ്ടാവുള്ളൂ. ആദ്യം ഒരു ചോദ്യം ചോദിക്കും, അതിൻ്റെ ഉത്തരമായിട്ട് ഒരു അധ്യായം, പിന്നെ ഒരു ചോദ്യം, അങ്ങനെയുള്ള എടുത്ത് 19-ാമത്തെ അധ്യായത്തിൽ ഒടുക്കം ഉദ്ധവര് റാപ്പിഡ് ഹിറ്റ് ഉണ്ട് ഭഗവാനോട്. കട്ടയെന്നൊക്കെ ഒരു 35 ചോദ്യങ്ങൾ ഒന്നിച്ചങ്ങോട്ട് ചോദിക്കുക. ആ ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചോദ്യം. 35 അറിഞ്ഞിരിക്കേണ്ടതാട്ടോ, അല്ലാതെ. പക്ഷെ ഒരെണ്ണം ഞാനിപ്പോൾ പറയാൻ സമയമില്ലല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ദരിദ്രൻ എന്ന് വെച്ചു. ചോദ്യം വളരെ ലളിതം, അല്ലേ? ആരാ ദരിദ്രൻ? നമ്മളെന്താ ഉത്തരം പറയുക? ആരാ ദരിദ്രൻ എന്ന് വെച്ചാൽ, ബാങ്കിൽ അക്കൗണ്ട് പോലും ഇല്ല, മടിശീല കാലി, ഭിക്ഷാപാത്രം, ആശ്രയം, അവരല്ലേ ദരിദ്രര്? ഭഗവാൻ പറഞ്ഞതൊന്നുമല്ല. എന്താ പറഞ്ഞതെന്നറിയോ? ദരിദ്രോയസ്തു അസന്തുഷ്ട. അസന്തുഷ്ടന്മാരാ ദരിദ്രര്. എന്ത് കിട്ടിയാലും പോരാ. ലക്ഷങ്ങളുടെ കോടികളുടെ ആസ്തിയും ബാങ്ക് ബാലൻസും ഉണ്ടാവും. പക്ഷെ എന്താ, ഇനിയും കിട്ടിയ തരക്കേടൊന്നുമില്ല, അല്ലേ? ഇനിയും വേണം. ഇത്തിരി ഭൂമിയും കൂടി, ഒരു 40 സെൻറ്റ് ഇത് അവിടെ കൊടുക്കാൻ പോകുന്നുണ്ട്, എന്താ വില എന്ന് ചോദിക്കുക, അതും വാങ്ങിച്ചിടുക, അല്ലേ? എത്ര കിട്ടിയാലും മതിയാവില്ല. അങ്ങനെയുള്ളവർ എന്നും ദരിദ്രരായിരിക്കുന്നത്, അല്ലേ? ഈ ദരിദ്രാവസ്ഥയുടെ ഒരവസ്ഥ എന്താ? വിശക്കണം, ഭക്ഷണം കഴിക്കണം, അല്ലേ? അങ്ങനെയൊക്കെയാണ്. അപ്പം അതുപോലെ എത്ര കിട്ടിയാലും മതിയാവാത്തവൻ അങ്ങനെയാണ്. നമുക്ക് ഒരാഗ്രഹം ഉണ്ടായിന്ന് വിചാരിക്കുക. ഒരാഗ്രഹം ഇല്ലാത്തവന് എന്നും ധനികനായിരിക്കുന്ന ഭഗവാൻ പറഞ്ഞു. ഇപ്പം എനിക്കൊരു കാറ് വേണം. അയൽപക്കത്തെ എല്ലാവർക്കും കാറുണ്ട്. മക്കളൊക്കെ പറയുക, അവരൊക്കെ കണ്ടില്ലേ കാറൊക്കെ, അച്ഛൻ ആ കുട്ടികളെ കാറിലെടുത്താൽ കൊണ്ടുപോകണേ, അച്ഛനൊരു കാറ് മേടിച്ചൂടെ കുട്ടികൾ. അപ്പോഴേക്കും ഭാര്യ, അപ്പോൾ എന്തായാലും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു സെക്കൻഡ് ഹാൻഡെങ്കിലും ഒരെണ്ണം വാങ്ങിക്കുക. ഏറ്റവും വില കുറഞ്ഞ കാർ ഏതാണ് എന്നൊക്കെ നോക്കി, ബ്രാൻഡൊക്കെ നോക്കി വാങ്ങിക്കുന്നു നമ്മൾ. അപ്പോൾ ബാങ്കുകളാണെങ്കിലോ, ഞാനും ബാങ്കിലായിരുന്നു, ബാങ്കുകളാണെങ്കിലോ ലോണ് തരാം വാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കണം. പിന്നെന്താ,
മാസം തിരിച്ച് അടച്ചാൽ പോരെ. ശരി, ലോൺ എടുത്തു, കാറ് മേടിച്ചപ്പോൾ എന്തായി? സന്തോഷമായി ഇല്ലേ? വീട്ടിലെല്ലാവർക്കും എന്തായി സന്തോഷമാവാൻ കാരണം ഉണ്ടായി? ആലോചിച്ചിട്ടുണ്ടാവും? സന്തോഷമാവാൻ കാരണം ഉണ്ടായി എന്താ? കാറ് കിട്ടി, അത് തന്നെ അല്ല. നല്ലോണം ആലോചിച്ച് നോക്കി. കാരണം എന്താണെന്നറിയോ? ഇനി കാറ് വേണമെന്നുള്ളൊരു ആഗ്രഹം ഇല്ലാണ്ടേ. ആഗ്രഹം ഇല്ലാണ്ടായതുകൊണ്ടാണ് സന്തോഷം ഉണ്ടായേ. എന്താ ഞാൻ പറഞ്ഞേ? ആഗ്രഹം ഇല്ലാണ്ടായാൽ നമുക്ക് എന്നും സന്തോഷമായിരിക്കും. ഈ ആഗ്രഹമാണ് നമ്മുടെ സന്തോഷം കടത്തുന്നത്, നമ്മളെ ദരിദ്രരാക്കണത്. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂർ എന്താ പറഞ്ഞേ? ധന്യന്മാരാണ് നിങ്ങൾ, ധനികരാണ് ഭക്തരെന്ന്. എന്താ കാരണം? സമധികത സർവാഭിലഷിതാൻ, എല്ലാ അഭിലാഷങ്ങളും കിട്ടിക്കഴിഞ്ഞു. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗുരുവായൂർ പോയാൽ ഭഗവാനെ കൊണ്ടേ വരാവൂന്ന്. ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട്, ഇനിയൊന്നും ആഗ്രഹിക്കാനില്ല, ധനികനായി. അപ്പോൾ ഈ ഭക്തരുടെ കൂടെ ഭഗവാനുണ്ട്. എന്താ? സ്മരന്തോ രൂപം ദേവരഥ കഥയന്തോ ഗുണകഥ. വേറൊരു ചിന്തയില്ല. ചരന്തോ ഏ ഭക്ത സ്തൊയ് ഖലു രമന്തേ എന്നാ പറയും. ഭഗവാനിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുക അവർ. അപ്പോൾ അവർ അതുകൊണ്ട് എന്താണ്? ഒന്നും വേണമെന്നില്ല, അവരാണ് ഏറ്റവും വലിയ ധനികരെന്ന് പറഞ്ഞില്ലേ, അതുപോലെ. അപ്പോൾ അതാണ് ഭഗവാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ അപ്പോൾ ഈ മാർക്കണ്ഡേയനെ സംബന്ധിച്ച അവസ്ഥയാണ്. മാർക്കണ്ഡേയന് ഒന്നും വേണ്ട, യാതൊന്നും വേണ്ട മാർക്കണ്ഡേയന്. അപ്പം മാർക്കണ്ഡേയനൊന്നും വേണ്ടാത്തതുകൊണ്ട് മാർക്കണ്ഡേയനോട് എന്താ വരം വേണ്ടതെന്ന് വെച്ചാൽ എന്താ പറയുക? ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മാർക്കണ്ഡേയനൊരു കാര്യം തോന്നി. അതെന്താണെന്നറിയോ? മായ എന്ന് പറയണേ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട് വലിയ കുഴപ്പമുള്ള സാധനമാണ്. എനിക്കാണെങ്കിൽ ഇതിനോട്ട് നിശ്ചയമില്ല, ഒരു അനുഭവവും ഇല്ല, എന്താണെന്ന് അറിയില്ല. അറിവ് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അറിവ് പുസ്തകത്തിൽ ഒതുക്കിയാൽ പോരാ, അനുഭവം കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മായ എന്താണ്? ഒരു ഗ്രന്ഥമൊക്കെ എടുത്ത് വായിച്ചുകൊണ്ട് കാര്യമില്ല, അത് അനുഭവിക്കണം. അപ്പോൾ എന്ത് പറഞ്ഞു? എനിക്ക് ആ മായ എന്താണെന്നൊന്ന് അനുഭവിച്ച് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞു. ആരോട്? ശ്രീനാരായണനോട്. ഉടനെ തന്നെ തഥാസ്തു എന്നും പറഞ്ഞ ആൾ പോയി. ഉടനെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കൊടുങ്കാറ്റായി, കാർമേഘങ്ങളായി, മഴയായി, പ്രളയമായി. ആ പ്രളയ ജലത്തിലിങ്ങനെ മുങ്ങിയൊക്കെ നടന്നു കഴിഞ്ഞ് കുറേ നീന്തി തുടിച്ച് ചെന്നപ്പോൾ ഒരു ആലലയിൽ ആ ഉണ്ണിക്കണ്ണനെ കണ്ടു. നിങ്ങൾക്കൊക്കെ അറിയാം, ആ ഉണ്ണിക്കണ്ണനെ കണ്ടപ്പോൾ നല്ല കൗതുകം. എന്തൊരു ഭംഗിയാണ്, ഇത്രയും ഭംഗിയുള്ള കുട്ടനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. വേഗം നീന്തി ആ കുട്ടിയെ പിടിക്കാൻ ചെന്നു. അപ്പോൾ ആ കുട്ടിയുടെ ഉച്ഛ്വാസവായു കൂടെ അകത്തേക്ക് പോയി വയറ്റിൻ്റെ അകത്തെത്തിയപ്പോൾ എന്താ കഥ? ദൈവമേ, സകല ബ്രഹ്മാണ്ടമുണ്ട് ഇതിൻ്റെ അകത്ത്. ആകെ ഒന്നും മനസ്സിലാവണില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ഉച്ഛ്വാസവായു കൂടെ പുറത്തേക്കും വന്നു. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താ കഥ? ഭഗവാനും ഇല്ല, ഈ പ്രളയജലവും ഇല്ല, ഒന്നുമില്ല. തൻ്റെ ആ പർണകുടീരവും അതേപോലെ ആ ആശ്രമം മാത്രമേ ഉള്ളൂ. അതാണ് മായ. അപ്പോൾ ആ മായ കണ്ടു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അനുഭവിച്ചതായിട്ട് കണ്ട് ഇരിക്കുമ്പോൾ ഈ മഹാദേവൻ എന്ത് തോന്നിയെന്നറിയോ? മഹാദേവൻ എന്ത് തോന്നിയെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഭക്തനെ ഒന്ന് പോയി കാണണം. അപ്പോൾ പാർവതിയുണ്ട്, പിന്നെ കൂടെ എപ്പോഴും കുറച്ച് ഭൂതഗണങ്ങളൊക്കെ ഉണ്ടാവും. ഇവരെ എല്ലാവരെയും കൊണ്ട് ഭഗവാൻ ചെല്ലുകയാണ് മാർക്കണ്ഡേയൻ്റെ അടുത്തേക്ക്. ആ മാർക്കണ്ഡേയൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ മാർക്കണ്ഡേയനെ കാണുകയാണ് ചെയ്യണേ. മാർക്കണ്ഡേയനെ കാണുമ്പോൾ അവിടെ മാർക്കണ്ഡേയൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തപസ് ചെയ്തുകൊണ്ടിരിക്കണ ആരെയാണ്? ഭഗവാനെയാണ് തപസ് ചെയ്തുകൊണ്ടിരിക്കണേ. ആ മഹാവിഷ്ണുവിൻ്റെ രൂപം, ചതുർബാഹു ആയിട്ടുള്ള ആ മഹാവിഷ്ണുവിനെ ആണ് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ രൂപം കാണാനില്ല. പകരം അവിടെ കാണുന്നത് എന്താണ്? ഒരു ജഡയും 10 കൈകൾ, 10 കൈയിൽ 10 ആയുധങ്ങൾ, അതിൽ മാനുണ്ട്, ഉടുക്കുണ്ട്, എല്ലാ സംഗതികളും ഉണ്ട്. ആ തോല് ഉടുത്തിട്ട് വ്യാഘ്രാംബരം ധരിച്ചിട്ട് ഒക്കെയുള്ള ആ പരമശിവൻ്റെ രൂപമാണ് തെളിഞ്ഞത്.
ആ പരമശിവൻ്റെ രൂപം തെളിഞ്ഞപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ മഹാദേവനും പാർവതീദേവിയും കൂടി തൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്നു. അപ്പോൾ അവർ രണ്ടുപേരെയും കണ്ടിട്ട് അവിടെ ഭഗവാനുടെ ഒരു ചെറിയൊരു സ്തുതിയുണ്ട് അവിടെ. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു സ്തുതിയാണെങ്കിലും നല്ലൊരു സ്തുതിയാണ്. നമഃ ശിവായ ശാന്തായ സത്വായ പ്രമൃഡായ ച രജോജുഷേഭ്യ ഘോരായ നമസ്തുഭ്യം തമോജുഷേ. ഒരു മന്ത്രം പോലെയുള്ള നാമ. ആകെ 4 വരിയുള്ളൂ, ഒരൊറ്റ ശ്ലോകമാണ്. വേണമെങ്കിൽ പഠിച്ചോളൂ, 17ാമത്തെ ശ്ലോകം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ ഭഗവാൻ പറയുന്നതാണ്. ആരാ പറയണേ? മഹാദേവൻ. ആരോടാ പറയണേ? മാർക്കണ്ഡേയ മഹർഷിയോട്. മാർക്കണ്ഡേയ മഹർഷിയോട് പറയാണ്, എന്താ വേണ്ടതെന്ന് വെച്ചാൽ വരം ചോദിച്ചോളൂ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഭേദചിന്ത ഇല്ലാത്തവനാണ് മാർക്കണ്ഡേയൻ എന്ന് മനസ്സിലായി. എന്താ കാരണം? മഹാവിഷ്ണുവിനെ ധ്യാനിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ മനസ്സിൽ തന്നെ മഹാദേവനെയും കാണാൻ സാധിച്ചില്ലേ? ഒരേ തപസ്സ. അതിൽ നിന്ന് ഉണർന്നിട്ട് മഹാദേവനെ എന്നും പറഞ്ഞൊരു തപസ് തുടങ്ങിയതല്ല. അപ്പോൾ അതിലൊരു ഭേദചിന്ത ഇല്ല. ഈ ത്രിമൂർത്തികളെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലായി. അഹം ച, അത് പറയാണ്, അഹം ച, മഹാദേവനെ പറയണേ, ഞാനും ഭഗവാൻ ബ്രഹ്മാവും സ്വയം ച ഹരി, ആ സാക്ഷാൽ മഹാവിഷ്ണുവും ഒന്ന് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കിച്ചു കൊടുത്തു. അത് അറിയാം എന്നുള്ളത് പറഞ്ഞു. ആർക്ക്? മാർക്കണ്ഡേയന്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് വലിയൊരു യോഗീശ്വരനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ശ്ലോകം പറയണേ. അവിടെ ആ ശ്ലോകത്തിൽ അല്പം വ്യത്യാസമുണ്ട്. നഹ്യമ്മയാനി തീർത്ഥാനി, ആ വരി അത് തന്നെ നേരത്തെ കണ്ട 2 സ്ഥലത്തും കണ്ടത് തന്നെ. ന ദേവാ ചേതനോജ്ജിതാഹ, അങ്ങനെയാണ് അവിടെ പറഞ്ഞേക്കണേ. ന ദേവ മൃച്ഛിലാമയ എന്നുള്ളത് മാറ്റിയിട്ട് ചേതനോജ്ജിത എന്ന് പറഞ്ഞു. എന്താ വ്യത്യാസം? മൃച്ഛിലാമയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മണ്ണ് കൊണ്ടും ശില കൊണ്ടും ഉണ്ടാക്കിയ വിഗ്രഹം എന്നുള്ള അർത്ഥം. ഇവിടെയോ? ഇവിടെ ചേതനോജ്ജിതാഹ എന്ന് പറഞ്ഞാൽ ചേതന ഇല്ലാത്തവൻ. ചേതന എന്ന് പറഞ്ഞാൽ, ചേതനം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചേതനമാണ്. കാരണം എന്താ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും, നടക്കാൻ പറ്റും. അതൊക്കെ ചേതനയുള്ളതുകൊണ്ടാണല്ലോ. ഇപ്പോൾ മരങ്ങളായാലോ നടക്കാൻ പറ്റില്ല, പക്ഷെ വലുതാവുന്നുണ്ട്, അത് കാക്കണുണ്ട്, പൂക്കണുണ്ട്. അപ്പോൾ അതും ചേതനം ആണ്. അചേതനം എന്ന് പറഞ്ഞാൽ അതല്ലാത്തത്, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഒരു വിഗ്രഹം എന്ന് പറയുമ്പോൾ അചേതനാണല്ലോ. അപ്പോൾ ചേതന ഒഴിവായിട്ടുള്ള ആ ദേവന്മാരും തേ പുനന്തി ഉരുകാലേന, അവർ നമ്മളെ ശുദ്ധീകരിക്കുക വളരെയധികം കാലം കൊണ്ടാണ്. പിന്നെയോ ദർശനാദേവ സാധവ എന്നുള്ള വരി മാറിയിട്ട് യൂയം ദർശനമാത്രത എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ളവരെ ആ ഒരു ദൃഷ്ടിയെ വേണ്ടു, ഒരു കടാക്ഷയെ വേണ്ടു, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് കാണുക വേണ്ടു, ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ് അവിടെ പറഞ്ഞ ശ്ലോകം. അപ്പോൾ ആ മഹാദേവൻ മാർക്കണ്ഡേയനോട് പറയുന്നതാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ 3ാമത് പറഞ്ഞിട്ടുള്ളത്. നോട്ടീസിൽ 12ാമത്തെ അധ്യായം തെറ്റിയടിച്ചതാണ്, 10ാമത്തെ അധ്യായമാണ്. നോട്ടീസിൽ ഞാൻ അങ്ങനെയാണ് കണ്ടത്. മറ്റൊന്ന്, അപ്പോൾ ഈ കഥ ഇതായാലും കഥ അങ്ങോട്ട് അവസാനിപ്പിക്കാം നമുക്ക്. ആ കഥയിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് പറയുന്നത്, അങ്ങനെ വരം എന്താ വേണ്ടതെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ അവിടെ ആവശ്യപ്പെടുന്ന ഒരു വരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സദാകാലം അങ്ങയിൽ എനിക്ക് ഭക്തി ഉണ്ടാവണം, മഹാവിഷ്ണുവിലും ഭക്തി ഉണ്ടാവണം, നിങ്ങളുടെ 2 പേരുടെയും ഭക്തരിലും ഭക്തി ഉണ്ടാവണം. അതാണ് ആ ഒരു ആവശ്യം. വരം ഏകം വൃണേധാഭി പൂർണ്ണാത്കാമാഭിവർഷണാൽ ഭഗവത്യച്യുതം ഭക്തിം, ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം. തത് പരേഷു, ആ ഭഗവാന്റെ ഭക്തരിലും ഭക്തി ഉണ്ടാവണം. തഥാ ത്വയി, അങ്ങയിലും ഭക്തി ഉണ്ടാവണം.
എന്നാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ അത് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടി പറഞ്ഞു. അത് മാത്രമല്ല ഞാൻ നിനക്ക് തരുന്നത്, നിനക്ക് നീ ദീർഘായുസ്സായിരിക്കും എന്ന് പറഞ്ഞു. ആ മാർക്കണ്ഡേയ മഹർഷിയെ ചിരഞ്ജീവി ആയിട്ടുള്ള അനുഗ്രഹവും മഹാദേവൻ കൊടുക്കുന്നതോട് കൂടിയിട്ടാണ് ആ രംഗം കഴിയുന്നത്. അങ്ങനെ 3 സന്ദർഭങ്ങളാണ് ഇവിടെ പറയാൻ പറഞ്ഞത്. ഇതിൽ മറ്റൊരു സ്ഥലത്തും കൂടി ഇതിൽ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് വേറൊന്നുമല്ല, അതിലൊരു ശ്രുതദേവൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണനെ കാണാൻ പോകുന്ന രംഗമുണ്ട്. ആ ശ്രുതദേവനെ കാണുമ്പോഴും അതൊരു ബ്രാഹ്മണശ്രേഷ്ഠനാണ്. ആ ശ്രുതദേവനെ കാണാൻ പോകുമ്പോഴും ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട് അവിടെ. അത് നിങ്ങൾ നോക്കി എടുത്താൽ മതി. ആ ശ്ലോകത്തിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം. 10ാമത്തെ സ്കന്ധം 86ാമത്തെ അധ്യായം 52ാമത്തെ ശ്ലോകം. ശ്രുതിഗീത തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള അധ്യായം. അതും കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്രയും നേരം എല്ലാവരും, ഇനി ഞാൻ കൂടുതൽ സമയം എൻ്റെ ആയി.